ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ഡൈ മൈ ലൈഫ് കാണിച്ചു തരാനാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എന്തോ കടക്കുന്നത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും പോയോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. എന്താണെന്നില്ലേ, അപ്പോൾ ഇവിടെ എന്നിട്ടാ ഒരു പട്ടി കയറി ഇവിടെ കഴിച്ചിട്ട് ഫുള്ള് പട്ടി ചെള്ളായിട്ട് കളി അതെല്ലാം കത്തിക്കായിരുന്നു. അടുത്ത കാണിച്ചു തരാം. അടുത്ത ഇവിടെ നമ്മുടെ ആ ഓലയിൽ പട്ടി കുട്ടികളെ പ്രസവിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ അതിനെ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് തീരെ പറ്റാണ്ടാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ നാടായ വേലൂർ തണ്ടിലത്താണ് കൊണ്ട് കളഞ്ഞത്. എല്ലാവർക്കും വേണമെങ്കിൽ നമ്മുടെ എന്നിട്ട് ആ തണ്ടിലം റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടാവും ഒരു മീൻകടൻ്റെ അവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടർച്ചിട്ടാ കാണിച്ചത്. ഇതാണ് ഞങ്ങളുടെ ടർച്ചിട്ട് മുകളിൽ കാണിച്ചത്. വീഡിയോ കളഞ്ഞ സോറി ഇട്ടാ കഴിച്ച് അതാ വീഡിയോ കളഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ അവന് ചീത്ത പറഞ്ഞാണ്. വെളിച്ചം തട്ടുണ്ടല്ലോ. വെളിച്ചം അല്ല കൈസ്. അപ്പോൾ ഇവിടെ വെളിച്ചമായതുകൊണ്ട് ഇവിടെ നല്ല വഴുക്കൽ കാണിച്ചു ഉണ്ടോ. ക്യാമറമാനെ വരെ വഴുക്കണം കേട്ടോ. അയ്യോ ക്യാമറമാൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോയാൽ ഭൈരവിൻ്റെ നല്ലൊരു ആട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ. അപ്പോൾ ഇത് നമ്മുടെ വ്ളോഗർ ഭൈരവ് ഇതെത്തിയിരിക്കുന്നു. നമുക്കൊരു തണലത്ത് നിൽക്കാം. തണലത്തേക്ക് നിൽക്കാം. വെളിച്ചം കാരണം ഒന്നും കാണാനില്ല കേട്ടോ. ഇത് അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഫോണാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അമ്പലപ്പറമ്പ്. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം കേട്ടോ. കാണാണ്ട് നിൽക്കുന്നു. ആ ഒരു കൂടാരം സ്ഥലത്തിൻ്റെ അവിടുന്ന്. ഇത് ഞാനാട്ടാ ക്യാമറമാൻ്റെ ഇന്നത്തെ ക്യാമറമാൻ. അപ്പോൾ ഇവൻ്റെ ഒപ്പം ഞാനുണ്ടാവും ഇനി എല്ലാ ദിവസവും എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇനിയും കുറേ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ ബാക്കി തുടങ്ങാം. ഇതാണ് ഇവൻ്റെ വീടിൻ്റെ മേലത്തെ ടെറസ്. ഇത് ഡ്രമ്മ്. ഇവിടെ നോക്കിയതേ ഒരു ചിക്കൻ ഇത് ആക്രിക്കട. അതിൻ്റെ അപ്പുറത്ത് നേരെ കാണുന്ന ചിക്കൻ കടയാണ് കേട്ടോ. വേലൂർ മണിമലക്കാവ് റോഡിൻ്റെ അവിടെയുള്ള അമ്മ ചിക്കൻ സെൻ്ററാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നത് ഇവിടുത്തെ സ്ഥലങ്ങൾ. എൻ്റെ വീട് എവിടെയാണെന്നല്ലേ, നമ്മുടെ വേലൂർ സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ ബാക്കിൽ മെയിൻചേരിക്കാവ് അമ്പലത്തിൻ്റെ സൈഡിലാണ്. സോമാടൻ്റെ കോട്ടേഴ്സിലാണ് എൻ്റെ വീട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞാൽ നിൽക്കുന്നു. നമുക്ക് വീഡിയോൻ്റെ ബാക്കി പോകാം. ഇവിടെ ഒരു വാഴക്കൃഷി ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് വാഴക്കൃഷി ഇവിടെ വഴുക്കണുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഒരു മാവുണ്ട്. ഈ മാവൊന്നും ഞങ്ങൾ മാങ്ങാൻ പിടിച്ചിട്ടുണ്ടാവും. ഇതേ ഇവിടെ ഒരു മാവുണ്ട്. അല്ല ഗൈസ്, പിന്നെ നമ്മുടെ ഒപ്പം വ്ളോഗ് ചെയ്യാറില്ല എൻ്റെ പണ്ടത്തെ ക്യാമറമാൻ ആയിഷേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ആയിഷേട്ടൻ ഇനി വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പേര് പറയണം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അഭിജിത്ത് VS 16 പിന്നെ എൻ്റെ ഇൻസ്റ്റയുടെ പേര് അബീസ് 2014. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗർ ഇതാ ഇവിടെ വാതിലടയ്ക്കുന്നുണ്ട്. വാ ദേ ഇവിടെയായിരുന്നു മറ്റേ നായ്ക്കുട്ടികളൊക്കെ കിടക്കുന്ന സ്ഥലം. 5-6 എണ്ണമൊക്കെ കിടക്കണ്ടായിരുന്നു. ശല്യം കാരണം ഇവിടെ ഫുള്ള് ചെള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം. നമ്മൾ നേരത്തെ അതിലൊരു കല്ലിനായിട്ട് മാത്രമേ തീ. ഇതാണ് ഭൈരവന്റെ വീഴ്ചത്തെ. ഇതാണ് നമ്മുടെ പൂക്കളം. എല്ലാവരും സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്ന ഒരു എൻ്റെ അയൽവാസിയായ ഷീബേച്ചിൻ്റെ പൂക്കളം കാണാനാണ്. നമുക്ക് പോയേക്കാം. ഗൈസ്, അപ്പം ഇതാണ് കേട്ടോ ഷീബേച്ചിൻ്റെ പൂക്കളം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫയർ ഇമോജി ഇടുക. നിങ്ങൾക്ക് ഈ പൂക്കളങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സ്മൈലി ഇമോജി കമൻ്റ് ആയത്. ഇതിലൊരു ഗപ്പി നമുക്ക് പൊക്കാൻ പറ്റില്ല. അതിൽ കുറേ ഗപ്പീസ് ഉണ്ട്. അപ്പം ഞാനാണ് അതിനെണ്ണം കൊടുക്കുന്നത്. അപ്പോൾ ശരി, നമുക്കിന്ന് ഭൈരവൻ്റെ വീട്ടിലത്തെ മീനെ കാണാൻ പോവാം. അപ്പോൾ വായോ. അപ്പോൾ
ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇത് ഒരു പൗണ്ട് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ജോബിന്ന് പറഞ്ഞൊരു ചണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ആ ബൗള് ഞാൻ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇത് മെയിലാണോ ഫീമെയിലാണോടാ? ഇത് ഫീമെയിലാ. അപ്പോൾ മെയില് ചത്തുപോയി. ഇവൻ്റെ ഒരു ഗൗരാമി ഉണ്ടായിരുന്നു. 2 ഗൗരാമി അത് ചത്തുപോയി. ഹണി ബേസ്ഡ് ഗൗരാമിയും പിന്നെ ഇവൻ്റെ ഉള്ളൊരു ടെട്രയാണ് കേട്ടോ. ഒരു റെഡ് ടെട്രയും പിന്നെ ഒരു ഗപ്പിയുണ്ട്. അതെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാം. അതെ ഒരു ഗപ്പി. ഇതൊക്കെയാണ് ഭൈരവൻ്റെ വീട്ടിലത്തെ മീനുകൾ കേട്ടോ. ഇനി ബാക്കിയുള്ള ഭൈരവ പറയാം. ഭംഗിയുണ്ടായിരുന്നു അതെല്ലാം ചത്തുപോയി. ഈ തീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗപ്പി ബീച്ച് സ്പെഷ്യൽ ഡയറ്റ് ഫോർ ഗപ്പീസ്. ചെമ്മീൻ പൊടിയാണ്. ചെമ്മീൻ പൊടി പോലെ തന്നെയാണ് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന. കണ്ടില്ലേ ഈ ഫൈറ്റർ എവിടെ നിന്നാണ് കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? ഇവൻ്റെ ബന്ധുവായുള്ള നമ്മുടെ യൂട്യൂബ് ചാനലായ എവരിത്തിങ് യദു ബ്രോ എന്ന് പറയുന്ന ആള് ഇവൻ്റെ ഒരു ബന്ധുവാണ്. ഭരടിയത്തുള്ള ആളാണ് ഇവന് ഈ ഫൈറ്റർ കൊടുത്തത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും യദു ബ്രോനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നീ യദു ബ്രോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യദു ബ്രോ ഉറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ഭൈരവൻ്റെ റൂം. ദേഹം കിടക്കണ കട്ടിലൊക്കെ നല്ല നീറ്റായിട്ട് റൂമിലൊരു സാധനമില്ല. ഇത് പിന്നെ ഒരു തുണി വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പം ഇതെല്ലാം ഉണ്ട് ട്രോഫികളാണ്. ഇതൊക്കെ ഭൈരവ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ് കേട്ടോ. അപ്പം എൻ്റെ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായി വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ ഞാനും അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ സപ്പോർട്ട് വേണം. ഓക്കെ ബൈ ബൈ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ.